ഹലോ ഗൈസ്, എന്റെ വാട്ടർ ഈറ്റിനിടെ ഇഷ്ടമുള്ള ഒരു കുറെ പേരുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ എല്ലാരും വന്നോളി, ഇന്നത്തെ ഒരു വാട്ടർ ഈറ്റിനിടെ കാണാട്ടോ. ജിമ്മ് കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും ചെറുപയറിന്റെ കറിയായിരുന്നു. ചായ കുടിച്ചില്ല, ഒരു ഗ്ലാസ് വെള്ളമാണേ കുടിച്ചത്. മുട്ട പുഴുങ്ങിയത് കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ച് ബേജാറാവണ്ട, അതേ വരുന്നുണ്ട്. മുട്ട പുഴുങ്ങിയതിന്റെ ഒപ്പം തന്നെ 2-3 കാടമുട്ട കൂടെ ഞാൻ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കൂടെ കഴിച്ചു കേട്ടോ. ഡെയിലി നിങ്ങൾ മുട്ട കഴിക്കാറുണ്ടോ? കഴിച്ചു എന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, എന്തുകൊണ്ടും നല്ലതാണ്. കഴിക്കുന്നില്ലെങ്കിൽ കഴിച്ചു തുടങ്ങിക്കോളി കേട്ടോ. അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പൊ അവിടെ പോയപ്പോ അമ്മ അവിടുന്ന് ഗണപതി ഹോമം കഴിപ്പിച്ച പ്രസാദം കൊണ്ടുവന്നു. അങ്ങനെ അത് കഴിച്ചായിരുന്നേ. വീട്ടിന്റെ അടുത്തൊക്കെ ഉത്സവമാണെങ്കിൽ പറയണ്ട, ഉച്ചയ്ക്കുള്ള ഫുഡ് എന്തായാലും അവിടുന്ന് ആയിരിക്കും. അങ്ങനെ ഞാനും പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല സാമ്പാർ, അച്ചാറ്, അവിയല്, ഉപ്പേരി, പപ്പടം, പായസം എല്ലാം ഉണ്ടായിരുന്നേ. ചോറ് വിളമ്പിയ ആളാണെങ്കിൽ കുറച്ച് അധികം വിളമ്പിയിട്ടാണ് കേട്ടോ പോയത്. ഇതെങ്ങനെ തിന്ന് തീർക്കുന്ന ആദ്യം വിചാരിച്ചു. പക്ഷെ ആ സാമ്പാർ ഉണ്ടല്ലോ മക്കളെ, ഒരു രക്ഷയില്ല കേട്ടോ. അത് എന്റെ ആ ഫിനിഷിങ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഗോതമ്പ് പായസമായിരുന്നേ. പൊതുവെ എനിക്ക് ഈ ഗോതമ്പിന്റെ ഉപ്പുമാവ്, ഗോതമ്പ് പുട്ട് ഇതൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ ഈ പായസം എന്റെ മക്കളെ കിഡിലനായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് എന്തായാലും കുശാലായി. വൈകിട്ട് വീട്ടിലെത്തിയപ്പോ ഞങ്ങൾ ഇന്ന് പാൽ പൊറോട്ട ഉണ്ടാക്കി. ഇതിന്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവര് പോയി കാണണേ. അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അതും കഴിച്ച് റെസ്റ്റ് എടുക്കുമ്പോൾ ഇനിയിപ്പോ രാത്രി ഡിന്നർ എന്തുണ്ടാക്കും ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഏട്ടൻ പറഞ്ഞത് നമുക്ക് പുറത്ത് പോവാന്ന്. പുറത്ത് പോകുന്നതിന്റെ മെയിൻ ഉദ്ദേശം ഫുഡ് തന്നെയാണ്. അങ്ങനെ റൈസ് ഐറ്റംസ് ഒന്നും വേണ്ടാന്ന് വിചാരിച്ച് ഞങ്ങൾ ചീസി ചിക്കൻ റാപ്പാണ് കേട്ടോ കഴിച്ചത്. നല്ല ടേസ്റ്റ് ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടത്. അപ്പൊ ഇത്രയേ ഉള്ളൂ, ടാറ്റാ.